അടുത്തയിടയ്ക്ക് നടന്ന ഇലക്ഷനിൽ പലതിലും ഇസ്രായേൽ വിരുദ്ധർ വിജയിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. പല രംഗത്തും പല കോൺഗ്രസിലേക്കും സെനറ്റിലേക്കും ഒക്കെയുള്ള മത്സരങ്ങളിൽ അത് നമ്മൾ കാണുന്നു. അതിലേറ്റവും ശ്രദ്ധേയമായത് മിഷിഗണിൽ നിന്ന് US സെനറ്റിലേക്ക് നടന്ന ഡെമോക്രാറ്റിക് പ്രൈമറിയിൽ അബ്ദുറഹിമാൻ എൽ സായദ്, അദ്ദേഹം 42 വയസ്സ്, വിജയിച്ചു എന്നുള്ളതാണ്. നേരിയ ഭൂരിപക്ഷത്തിനാണ് അദ്ദേഹം. ഈ എതിർ സ്ഥാനാർത്ഥി ഹേലി സ്റ്റീവൻസ് എന്ന് പറഞ്ഞ അവർ സെൻട്രിസ്റ്റ് ഒരു വയാമീഡിയ ഇടത്തരം തീവ്ര നിലപാടില്ലാത്തൊരു വ്യക്തി, അവരെ പരാജയപ്പെടുത്തിയത്. അതിൽ ശ്രദ്ധേയമായ കാര്യം, എൽ സായദ് നമുക്കറിയാം മാംദാനി ന്യൂയോർക്കിൽ സിറ്റിയിൽ വിജയിച്ച പോലെയുള്ള എതിർപ്പ് നേരിടുന്നുണ്ട്. അദ്ദേഹം മുസ്ലിമാണ്, ഈജിപ്തിൽ നിന്ന് വന്ന മുസ്ലിമാണ്, പക്ഷേ ഇവിടെ ജനിച്ചു വളർന്നതാണ്. അപ്പോൾ അദ്ദേഹം ഈ ഇസ്രായേലി നിലപാടുകളെയും ഇസ്രായേൽ ഇങ്ങനെയുള്ള ഒരു സ്റ്റേറ്റ്, ഒരു എത്നോ സ്റ്റേറ്റ്, ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റേത് മാത്രമായിട്ടുള്ളൊരു സ്റ്റേറ്റ്, അതിനെ തന്നെ എതിർക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അവിടെ കൂട്ടക്കുരുതികളും അതിനെയെല്ലാം അതിശക്തമായിട്ട് എതിർക്കുന്നു. അപ്പം US സെനറ്റ് എന്ന് പറഞ്ഞാൽ ന്യൂയോർക്ക് സിറ്റി മേയറിനേക്കാൾ അധികാരമുള്ള പോസ്റ്റാണ്. നമുക്കറിയാം US സെനറ്റ് എന്ന് പറഞ്ഞാൽ സെനറ്റിൽ 100 അംഗങ്ങളേ ഉള്ളൂ. അപ്പോൾ അമേരിക്കയിലെ തന്നെ ഏറ്റവും വലിയ അധികാര കേന്ദ്രങ്ങളിലൊന്നാണ് സെനറ്റ്. അവിടെ എത്തിയാൽ അതിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം മിഷിഗൺ വളരെ ലെഫ്റ്റിസ്റ്റ് ഒരു സ്വിങ് സ്റ്റേറ്റാണ്. പലപ്പോഴും അത് അങ്ങോട്ടോ ഇങ്ങോട്ടോ മറിയാം. അതിനുള്ള സാധ്യത കൂടുതൽ കാണുന്നുണ്ട് ഇപ്രാവശ്യം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പല നിലപാടുകളും ഇസ്രായേലിനെതിരായതുകൊണ്ട് ഇസ്രായേൽ അനുകൂലികൾ അതിശക്തമായ പോരാട്ടമാണ് കാഴ്ചവെച്ചത്. അവരേതാണ്ട് ഇദ്ദേഹത്തിന് എതിരെ $80 മില്യൺ ചെലവഴിച്ചു എന്നാണ് പറയുന്നത് പ്രചാരണത്തിനായിട്ട്. അതായത് ഇദ്ദേഹം $1 മുടക്കുമ്പോൾ എതിരാളികൾ $12 വരെ മുടക്കി. പക്ഷേ എന്നിട്ടും അദ്ദേഹം വിജയിച്ചു. പക്ഷേ ആ വിജയത്തിന് ഭൂരിപക്ഷം കുറച്ചുകൂടെ കിട്ടുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ അത്രയും ഉണ്ടായില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇദ്ദേഹം ഡോക്ടറാണ്, മെഡിക്കൽ ഡോക്ടറാണ്. പക്ഷേ മെഡിക്കൽ ലൈസൻസ് എടുത്തില്ല. പകരം എപ്പിഡേമിയോളജിസ്റ്റ്, അതായത് പകർച്ചവ്യാധി വിദഗ്ധനായിട്ട് സേവനമനുഷ്ഠിക്കുന്നു. അതിനു പുറമെ തന്നെ ഇദ്ദേഹം റോഡ് സ്കോളറായിരുന്നു. ക്ലിൻ്റനും ബോബി ജിൻഡാലും ഒക്കെ റോഡ് സ്കോളർമാരായിരുന്നത്. കിട്ടുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. പിന്നെ ഇദ്ദേഹം കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് MD എടുത്തത്. അദ്ദേഹത്തിന് വേണമെങ്കിൽ മെഡിക്കൽ പ്രാക്ടീസിന് പോകാമായിരുന്നു, പക്ഷെ അത് പോയില്ല. അപ്പം അങ്ങനെ വളരെ കളർഫുള്ളായിട്ടുള്ള വ്യക്തിയാണ്. പക്ഷേ നിലപാടുകൾ ഇങ്ങനെ വ്യത്യസ്തമാണെന്ന് മാത്രം, അതേ ഉള്ളൂ. ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റാണ്, മാംദാനിയെപ്പോലെ തന്നെ. അപ്പോൾ ഈ വിജയിച്ച പലരും ആ നിലപാടുള്ളവരാണ്, ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റുകളും അതുപോലെ തന്നെ ഇസ്രായേൽ വിരുദ്ധരും. അപ്പോൾ ഇസ്രായേലിൻ്റെ പ്രചാരണങ്ങൾ പഴയതുപോലെ ഫലിക്കുന്നില്ല. ഇസ്രായേൽ വിചാരിക്കുന്ന പോലെ ആളുകളുടെ സപ്പോർട്ട് ഉണ്ടാവുന്നില്ല എന്നുള്ളൊരു സ്ഥിതിയാണ് നമ്മൾ ഈ ഇലക്ഷനിലൊക്കെ കാണുന്നത്. ഇനിയിപ്പം ഇദ്ദേഹത്തിന് ഏതാണ്ട് 48.48% വോട്ട് കിട്ടിയത്, 7,40,000. എതിർത്ത ഹേലി സ്റ്റീവൻസിന് 7,26,000 വോട്ട് കിട്ടി. അപ്പോൾ ചുരുങ്ങിയൊരു വ്യത്യാസമേ വരുന്നുള്ളൂ. പക്ഷേ എങ്കിൽ കൂടി വിജയിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി നവംബറിൽ നടക്കുന്ന ഇലക്ഷനിൽ മൈക്ക് റോജേഴ്സ് എന്ന് പറഞ്ഞൊരു റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയാണ് ഇദ്ദേഹത്തെ എതിർക്കുക, ഇദ്ദേഹം നേരിടുക. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ എൽ സായദിൻ്റെ മെസ്സേജ് ഉണ്ടായിരുന്നു, ഇമെയിലുണ്ട്. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഈ റോജേഴ്സ്, അദ്ദേഹം റിപ്പബ്ലിക്കനാണ്, റിപ്പബ്ലിക്കൻ പാർട്ടിയും തൻ്റെ എതിരാളികളെല്ലാം അദ്ദേഹത്തിൻ്റെ പിന്നിൽ അണിനിരക്കും. അതിന് പുറമെ ട്രംപിൻ്റെ സപ്പോർട്ടും അദ്ദേഹത്തിനുണ്ട്. അപ്പം അതിശക്തമായിട്ട് നമ്മൾ ഇപ്പോൾ തന്നെ നിൽക്കണം, പാർട്ടിയെല്ലാം ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിൻ്റെ ഒരു സന്ദേശം കാണുകയുണ്ടായി. എങ്ങനെയായാലും അമേരിക്കയിൽ ഇങ്ങനെ വലിയ മാറ്റങ്ങളുണ്ടാകുന്നു, രാഷ്ട്രീയ മാറ്റങ്ങളുണ്ടാകുന്നു. ഇപ്പം ഈജിപ്തിൽ നിന്ന് വന്ന ഒരാൾ US സെനറ്റർ ആവുന്നു, അല്ലെങ്കിൽ ഗവർണർ ആവുന്നു, പിന്നെ മേയറാവുന്നു. അതൊരു വലിയ സംഭവമല്ലാത്തൊരു സ്ഥിതിയിലേക്ക് മാറിയിരിക്കുന്നു. ഇപ്പം മാംദാനി ഉഗാണ്ടയിൽ ജനിച്ചിട്ട് 18-ാം വയസ്സിലാണ് ഇവിടെ പൗരത്വം എടുക്കുന്നത്. പക്ഷേ ഇദ്ദേഹം ഇവിടെ ജനിച്ചു വളർന്ന ആളാണ്, ഇവിടെ തന്നെ ജനിച്ച് വളർന്ന ആളാണ് എന്ന് മാത്രമല്ല രാഷ്ട്രീയ പാരമ്പര്യമുണ്ട്. വളരെ കാലമായിട്ട് അദ്ദേഹം രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഇത്തരം ഇലക്ഷനുകൾ ഈ അമേരിക്കയിൽ നടക്കുന്ന ഒരു പോളറൈസേഷൻ, ആളുകളെല്ലാം പല തട്ടുകളിലായിട്ട് മാറുന്നു. ഓരോരുത്തരും ഇസ്രായേലിനെ അനുകൂലിക്കുന്നവർ, എതിർക്കുന്നവർ, ഈ രീതിയിലേക്കൊക്കെ പോളറൈസ് ചെയ്യുന്നു എന്നുള്ളൊരു സ്ഥിതിയാണ് നമ്മളിപ്പോൾ കാണുന്നത്. എന്തായാലും ഇലക്ഷനിൽ അദ്ദേഹം വിജയിക്കുമോ എന്നാണ് ഇനി അറിയേണ്ടിയിരിക്കുന്നത്. വിജയിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്.